ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ 10th കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാസ് 10th ഫിസിക്സിലെ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹ്യൂമൻ ഐ അതിന്റെ ഫംഗ്ഷനിങ്ങും കോമൺ ഡിസീസസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഐ. ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല, ഫോക്കസിങ് പ്രോബ്ലംസ് നമുക്ക് പറയാം. ഐനെ ബാധിക്കുന്ന കുറേയേറെ അസുഖങ്ങളുണ്ട്. ഇത് അസുഖം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഐയുടെ ഫോക്കസിങ്ങിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് നിയർ സൈറ്റഡ്നെസ്, ഫാർ സൈറ്റഡ്നെസ് ഒക്കെ പറയുന്ന ചില ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പലപ്പോഴായിട്ട് നമ്മൾ പല ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇതൊരു മോഷൻ ഇല്യൂഷൻ ആണ് നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ ഇതൊരു ശരിക്കും ഒരു സ്റ്റിൽ പിക്ചർ ആണ്. പക്ഷെ അതിനകത്തുള്ള ഡോട്ട്സും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിനൊരു ചെറിയൊരു മോഷൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഹ്യൂമൻ ഐയുടെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് കെനിസ ട്രയാങ്കിൾ എന്നാണ് ഇതിന് പറയാം. ഇതിനകത്ത് നമുക്ക് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ എന്നുള്ളതാണ് ആദ്യം ചോദിക്കാൻ തോന്നുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ ബേസിക്കലി ഈ പിക്ചറിനകത്ത് ട്രയാങ്കിൾസ് ഇല്ല. അത് നമുക്ക് ട്രയാങ്കിൾ ഉണ്ടെന്നുള്ളത് നമ്മുടെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഹ്യൂമൻ ഐ ഒബ്ജക്ട്സിനെ കാണുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ചില ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിന്റെ കാരണങ്ങളിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഹ്യൂമൻ ഐയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്ലീറ, ഐറിസ്, ഇതെല്ലാം ഏത് ഭാഗങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. അതുപോലെ ഓരോ ഭാഗത്തിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് എന്താണെന്നുള്ളതും കൂടെ പഠിക്കാം. കോർണിയ, പ്യൂപ്പിൾ, ഐ ലെൻസ്, സീലിയറി മസിൽസ്, റെറ്റിന, ഓപ്റ്റിക് നെർവ്, ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ. ഓക്കെ, അതിനകത്ത് തന്നെ സ്ക്ലീറ, കോർണിയ, പ്യൂപ്പിൾ, ലെൻസ്, ഐറിസ്, ഓപ്റ്റിക് നെർവ്സ്, റെറ്റിന, അതുപോലെ സീലിയറി മസിൽസ്, ഇതാണ് നമുക്ക് ഫിസിക്സിനോട് റിലേറ്റഡ് ആയിട്ട്, അതായത് ഈ പാർട്സ് ഓഫ് ഐ ആണ് ഇമേജ് ഫോർമേഷനെ സഹായിക്കുന്ന ഭാഗങ്ങൾ. അപ്പൊ നമ്മൾ ഫിസിക്സിൽ ഹ്യൂമൻ ഐയുടെ വർക്കിംഗ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നതെന്നും ആ ഇമേജിനെ എങ്ങനെയാണ് ബ്രെയിൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുമാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളുടെ ഫങ്ഷനിങ് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സീലിയറി മസിൽസ്, അല്ലെങ്കിൽ MCQസിലൊക്കെ ചോദിക്കാം. നമുക്ക് അപ്പോ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സ്ക്രീൻ ഷോട്ട് ഒന്ന് എടുത്ത് വെക്കുക. അതായത് ഐയുടെ ഒരു പിക്ചർ, അതിന് ABCD എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ABCD എന്നൊക്കെ ലേബിൾ ചെയ്തിരിക്കുന്ന പാർട്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ ഓരോ പാർട്ടിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഇതിങ്ങനെ ഒരു ടേബിളാർ ഫോമിൽ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും എക്സാമിന് റിവൈസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഒരു പിക്ചർ വിത്ത് ലേബലിംഗ് ആൻഡ് ടേബിളാർ ഫോം ഓഫ് പാർട്സ് ആൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഓരോ പാർട്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ടാണ് കോർണിയ. നമ്മുടെ ഐബോളിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ഒരു ക്ലിയർ ലെൻസ് എന്ന് പറയാം. അതായത് ഐബോളിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ക്ലിയർ ലെൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐബോൾ, അതിനെയാണ് നമുക്ക് കോർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോർണിയയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ട്രാൻസ്പെറന്റ് കവറിംഗ് ഓഫ് ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ ഐ, അതാണ് കോർണിയ. ഓക്കെ, കോർണിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് allows the passage of light into the eye and it also focuses the light. നമ്മളുടെ കണ്ണിലേക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ഏറ്റവും ആദ്യം കടന്നു വരുന്നത് കോർണിയ വഴിയാണ്. അപ്പൊ കോർണിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തു, നമ്മളൊരു ഒബ്ജക്റ്റ് കാണുന്നത്, ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നു. കണ്ണിന്റെ ലെൻസ് സിസ്റ്റം അനുസരിച്ച് ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താ സംഭവിക്കേണ്ടത്? നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് കടക്കണം അല്ലെ. അപ്പൊ കണ്ണിലോട്ട് കടക്കുന്ന ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് കോർണിയയിൽ കൂടെയാണ്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിനകത്ത് ഒരു വൈറ്റ് പോർഷൻ ഉണ്ട്, അതുപോലെ ഗ്രേ, ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള, അതായത് ആ കളർ എല്ലാവർക്കും കുറച്ച് വ്യത്യാസമായിരിക്കും. പലർക്കും കുറച്ച് വ്യത്യാസങ്ങളായിട്ടുള്ള കളർ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ആ വൈറ്റ് കഴിഞ്ഞ് ബ്ലാക്ക്, ഇപ്പൊ എന്റെ കണ്ണ് ബ്ലാക്ക് ആണ്, ബ്ലാക്കിനകത്ത് ഒരു ചെറിയ ഒരു ബ്ലാക്ക് സർക്കിൾ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. കണ്ണ് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു പോർഷനെ പറയുന്ന പേരാണ്, അതായത് ഐറിസിനകത്തുള്ള ബ്ലാക്ക് ഹോൾ എന്ന് പറയും നമ്മൾ, അതിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്യൂപ്പിൾ കൂടെയാണ് ലൈറ്റ് കണ്ണിന്റെ അകത്തേക്ക് ഉള്ളിലോട്ട് പിന്നെ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്യൂപ്പിളിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യൂപ്പിൾ അലൗസ് ലൈറ്റ് ടു എൻറ്റർ ദ ഐ. ഒബ്ജക്റ്റിൽ നിന്നുള്ള
ലൈറ്റ് കടന്നു വരുന്നത് കോർണിയ വഴി, കോർണിയയിൽ നിന്ന് പിന്നെ അത് പ്യൂപ്പിൾ വഴിയാണ് കണ്ണിനകത്തേക്ക് കടക്കുന്നത്. അതായത് കണ്ണിന്റെ ഉൾഭാഗങ്ങളിലോട്ട്, ഇന്റീരിയർ പോർഷൻ ഓഫ് ദ ഐയിലോട്ട് കടക്കുന്നത് ത്രൂ പ്യൂപ്പിൾ ആണ്. ഓക്കെ, പ്യൂപ്പിളിന്റെ സൈസ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് ആവശ്യമുള്ള അത്ര ലൈറ്റ് മാത്രമാണ് കണ്ണിന്റെ ഉള്ളിലേക്ക്, അതായത് കണ്ണിന്റെ ഉള്ളിലുള്ള ലെൻസിലേക്ക് കടത്തിവിടേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ ഡാർക്കർ ആയിട്ടുള്ള അധികം വെട്ടമില്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ പ്യൂപ്പിളിന്റെ സൈസ് വലുതായിട്ടിരിക്കും. ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇതൊരു ഗ്രേ ഷെയ്ഡ് ആയുള്ള ഒരാളുടെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് കണ്ടോ ഒരു കറുത്ത വട്ടം കാണുന്നുണ്ടോ? അതാണ് പ്യൂപ്പിൾ. ഈ പ്യൂപ്പിളിന്റെ കളർ എല്ലാവർക്കും ബ്ലാക്ക് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പ്യൂപ്പിളിന്റെ സൈസ് പുറത്തുള്ള വെളിച്ചത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഭയങ്കര ഡിം ആയിട്ടുള്ള ഒരു വെളിച്ചത്തിലാണെങ്കിൽ പ്യൂപ്പിളിന്റെ സൈസ് കുറച്ച് വലുതായിട്ടിരിക്കും. അപ്പോൾ അവിടുന്ന് മാക്സിമം ലൈറ്റിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ സൈസിൽ പ്യൂപ്പിൾ ഇരിക്കുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുകയാണെങ്കിൽ, ആസ് യു ക്യാൻ സീ ദ ബ്ലാക്ക് ഡോട്ട് ഹിയർ ഈസ് എ വെരി സ്മോൾ സൈസ് അല്ലെ. അപ്പൊ വളരെ ചെറിയ സൈസിൽ വരുന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇപ്പൊ ഇവിടെ കാണുന്ന ഈ ചെറിയ ബ്ലാക്ക് ഡോട്ട് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ സൈസ് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും. കാരണം അത്രയും ചെറിയ ഒരു പോർഷനെ കൂടെ ലൈറ്റ് കടത്തി വിട്ടാൽ തന്നെ ലെൻസിന് ഇനഫ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ പ്യൂപ്പിളിന്റെ സൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് വി ആർ എക്സ്പോസ്ഡ് ടു. ഓക്കെ, നമ്മള് ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തു ഒരു ഡാർക്കർ പ്ലേസിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ വിൽ ബി ബിഗർ. ബ്രൈറ്റർ ആയിട്ടുള്ള ലൈറ്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ വിൽ ബി സ്മോളർ. ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മളുടെ കണ്ണിലോട്ട് ചെറിയൊരു വെളിച്ചം, ഒരു ടോർച്ച് ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പ്യൂപ്പിളിന്റെ സൈസ് ഇങ്ങനെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഭാഗം വരുന്നത് നെക്സ്റ്റ് പാർട്ട് ഓഫ് ഐ ഈസ് ഐറിസ്. ഐറിസ് എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു കളേർഡ് പാർട്ട്. പലർക്കും പല വേരിയൻസ് ഐറിസിന്റെ കളറിലാണ് ഉണ്ടാവാറുള്ളത്. കളേർഡ് പാർട്ട് ഓഫ് ദ ഐ ആണ്. ഐറിസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് എൻറ്ററിങ് ദ ഐ. ഐയിലോട്ട് കടക്കുന്ന ലൈറ്റിന്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഐറിസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഐറിസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പ്യൂപ്പിളിന്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ കണ്ണിലോട്ട് എത്ര വെളിച്ചം കടത്തിവിടണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതാണ് ഐറിസ് എന്ന് പറയുന്ന പോർഷൻ ഓഫ് ദ ഐയുടെ ഫംഗ്ഷൻ. സ്ക്ലീറ എന്ന് പറയുന്നതാണ് വൈറ്റ് പാർട്ട് ഓഫ് ദ ഐ. ഓക്കെ, അപ്പൊ നമ്മൾ ആ ബ്ലാക്ക് പാർട്ടിൽ വലുതായിട്ട് ആ ബ്ലാക്ക് കാണുന്നതാണ് ഐറിസ്. അതിന്റെ ഉള്ളിൽ കാണുന്ന ചെറിയ ബ്ലാക്കിന് പറയുന്ന പേരാണ് പ്യൂപ്പിൾ. പിന്നെ ഈ വൈറ്റ് പോർഷന് പറയുന്ന പേരാണ് സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറയുന്നത് വൈറ്റ് പോർഷൻ ഓഫ് ദ ഐ ആണ്. ടഫ് വൈറ്റ് സ്കിൻ ദാറ്റ് കവേഴ്സ് ഓൾ ഓഫ് ദ ഐബോൾ എക്സെപ്റ്റ് ദ കോർണിയ. കോർണിയ ഒഴികെയുള്ള, കോർണിയാണ് ബ്ലാക്കിൽ കാണുന്നത്, ബാക്കിയുള്ള എല്ലാ ഭാഗത്തിനെയും കവർ ചെയ്ത് നിർത്തുന്ന ഒരു ടഫ് ആയിട്ടുള്ള വൈറ്റ് സ്കിന്നിനെ പറയുന്ന പേരാണ് സ്ക്ലീറ. സ്ക്ലീറയുടെ ഫംഗ്ഷൻ ഈസ് ടു സപ്പോർട്ട് ദ ഐബോൾ ആൻഡ് പ്രൊവൈഡ്സ് അറ്റാച്ച്മെന്റ് ഫോർ മസിൽസ്. ഐബോളിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ മസിൽസിന് ഒരു അറ്റാച്ച്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് സീലിയറി മസിൽസ്. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സീലിയറി മസിൽസിന്റെ ഐ എന്നുള്ളത്. സീലിയറി മസിൽസ് ഇതാണ് നമ്മളുടെ ഐ ലെൻസിനെ കണക്ട് ചെയ്തിരിക്കുന്ന മസിൽസ്. ആസ് യു കെൻ സീ ഇൻ ദ ഡയഗ്രാം. ഓക്കെ, ഇവിടെ ഇതിൽ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഐ ലെൻസ്. ഓക്കെ, അപ്പൊ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്തോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്തോ നിൽക്കുന്നതിനനുസരിച്ച് വി ക്യാൻ ചേഞ്ച് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ്. നമ്മൾക്ക് സാധാരണയായിട്ട് ഒരു ലെൻസ്, ഇപ്പൊ നമ്മളുടെ ഗ്ലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ആണുള്ളത്. ഇഫ് യു ആർ ഹാവിംഗ് എ കോൺവെക്സ് ലെൻസ് ഓഫ് 15 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ് അല്ലെ. അതിന് നമുക്ക് ഒരു ലെൻസിനെ തന്നെ പല ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മളുടെ കണ്ണിന് ഒരു പ്രത്യേകത ഉണ്ട്. കണ്ണിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. അതിന്റെ ലെൻസിന്റെ കർവേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഫോക്കൽ ലെങ്ത് മാറ്റുന്നത്. അപ്പൊ ഈ ലെൻസിന്റെ കർവേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് സീലിയറി മസിൽസിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. വെൻ സീലിയറി മസിൽസ് കോൺട്രാക്ട്സ്, ഓക്കെ, മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ലെൻസ് ബൾജ്ഡ് ആയിട്ട് നിൽക്കും. അതേസമയം വെൻ സീലിയറി മസിൽസ് ആർ റിലാക്സ്ഡ് പൊസിഷനിലാണെങ്കിൽ ലെൻസ് അതിന്റെ തിന്നായിട്ടാണ് നിൽക്കുക, പുൾഡ് ഇൻ എ തിന്നർ വേ എന്നുള്ളത്. അപ്പൊ സീലിയറി മസിൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദീസ് ആർ അറ്റാച്ച്ഡ് ടു ദ ഐ ലെൻസ് ആൻഡ് കെൻ മോഡിഫൈ ദ ഷേപ്പ് ഓഫ് ദ ഐ ലെൻസ് വിച്ച് ലീഡ്സ് ടു ദ വേരിയേഷൻ ഇൻ ഫോക്കൽ ലെങ്ത്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാനായിട്ടാണ് സീലിയറി മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളുടെ ഐ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അകലെയുള്ള വസ്തുക്കളും അടുത്തുള്ള വസ്തുക്കളും കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ഒരു സ്പെഷ്യാലിറ്റി ഓഫ് ഐനെ പറയുന്ന പേരാണ് പവർ ഓഫ്
accommodation. Power of accommodation വെച്ചിട്ടുണ്ടെങ്കിൽ we, by using our eye lens, by adjusting the focal length of the eye lens, by using our eye, we are able to see nearby objects as well as far away objects. Far away എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we can see objects up to infinite distance. Okay, infinity ആണ് നമ്മളുടെ കണ്ണിന്റെ farthest point. അതായത് നമ്മൾ ഏറ്റവും ദൂരെയുള്ള ഒരു സാധനം നമ്മളുടെ കണ്ണിന്റെയും ആ വസ്തുവിന്റെ ഇടയ്ക്കും തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും അകലെ നിൽക്കുന്ന സാധനം പോലും നമ്മളുടെ കണ്ണുപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്, വി ആർ ഏബിൾ ടു സീ മൂൺ, അല്ലെ, നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം വളരെ ഫാർദർ പ്ലേസിലുള്ളതല്ലേ. അപ്പൊ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് farthest point up to which we can see by using our eye is infinity. അതേസമയം അടുത്തുള്ള ഒബ്ജക്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കണ്ണിന്റെ വളരെ ക്ലോസ് ആയിട്ടൊരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, അല്ലെ. അപ്പൊ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന്, ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ്ങിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഇറ്റ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഏജ് ഓൾസോ. യങ് കിഡ്സിന് they will be able to see objects which is closer than 25 centimeter. നമ്മൾ 25 സെന്റിമീറ്ററിനേക്കാളും കൂടുതൽ എടുത്ത് വെച്ചാൽ പോലും യങ്ങർ കിഡ്സിനൊക്കെ വസ്തുക്കളെ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. ആസ് വി ഗ്രോ ഓൾഡർ, നമ്മുടെ ഈ സീലിയറി മസിൽസ് എല്ലാം ഇങ്ങനെ യൂസ് ചെയ്ത് അതിന്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഒരു യങ് ഹെൽത്തി ആയിട്ടുള്ള അഡൾട്ടിന് 25 സെന്റിമീറ്റർ ആണ് നിയറസ്റ്റ് പോയിന്റ്. നിയർ പോയിന്റ് ഓഫ് എൻ ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നിയറസ്റ്റ് പോയിന്റ് അപ് ടു വിച്ച് വി ക്യാൻ സീ ക്ലിയർലി ബൈ യൂസിങ് അവർ ഐസ് എന്നുള്ളതാണ്. ഓക്കെ, ഫാർദസ്റ്റ് പോയിന്റ് ഇൻഫിനിറ്റിയും നിയർ പോയിന്റ് 25 സെന്റിമീറ്ററും ആണ്. ഓക്കെ, ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ലെൻസ്. ദിസ് ഇസ് ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ഐ. ലെൻസിലൂടെയാണ് ഈ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇമേജ് ഫോർമേഷൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, അല്ലെ. ലെൻസ് എന്ന് പറയുന്നത് ഒരു കൺവേർജിങ് ലെൻസ് ആണ്. ഐ ലെൻസ് ഈസ് കൺവേർജിങ് ഇൻ നേച്ചർ. സോ ഓൾ ദ റേസ് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദിസ് ലെൻസ് വിൽ ബി converging at a common point, and that will be the position of the image. Okay, അപ്പോൾ ലെൻസിന്റെ പ്രത്യേകത, it will allow us to see objects near and far by changing its focal length. Okay, converging lens ആണ്. It will form image of objects which we want to see. Okay, നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് will be falling on the eye lens with the help of cornea, iris, pupil, ciliary muscles. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എത്രത്തോളം ലൈറ്റിനെയാണ് ഐ ലെൻസിലോട്ട് എത്തിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ആ ലൈറ്റ് ഐ ലെൻസിലൂടെ കടന്നു പോകുമ്പോൾ, ഐ ലെൻസ് എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഇറ്റ് വിൽ ബി കൺവേർജിങ് ദ റേസ് ഓഫ് ലൈറ്റ് in a part of eye called retina. Retina എന്നുള്ളതാണ് ഈ retina, it behaves like a screen. അപ്പൊ നമുക്ക് കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ it forms real image, അല്ലെ. മോസ്റ്റ് ഓഫ് ദ ടൈം it forms real image. റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഒരു സ്ക്രീനിലായിരിക്കാം, അല്ലെ. അപ്പോ ഈ കണ്ണിലൂടെ ലൈറ്റ് പാസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഇമേജ് റെറ്റിനയിലാണ് ശരിക്കും ഫോം ചെയ്യേണ്ടത്. ഇഫ് വി ആർ റെറ്റിനയിൽ ഫോളോ ചെയ്യുമ്പോഴാണ്, റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു വസ്തുവിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ, റെറ്റിന ഇസ് എൻ ഇന്റേർണൽ മെംബ്രെയിൻ വിച്ച് കണ്ടെയ്ൻസ് ലൈറ്റ് റിസെപ്റ്റീവ് സെൽസ്, റോഡ്സ് ആൻഡ് കോൺസ് എന്നാണ് ഈ ലൈറ്റ് റിസെപ്റ്റീവ് സെൽസിനെ പറ്റി പറയുന്നത്. ഇത് നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചു കാണുമായിരിക്കും. ആൻഡ് ഇറ്റ് കൺവേർട്സ് ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അപ്പൊ ഇതുവരെ നമ്മൾ ലൈറ്റ് ആണ് കണ്ണിന്റെ ഉള്ളിലൂടെ കടന്നുപോയത്, ലെൻസിലൂടെ കയറി വന്നത് ലൈറ്റ് ആണ്. എന്നിട്ട് ഈ ലൈറ്റ് റെറ്റിനയിൽ ഫോൾ ചെയ്യും. ആ സമയത്ത് റെറ്റിന വിൽ കൺവേർട്ട് ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. എന്താ കാരണം? നമ്മളുടെ ബ്രെയിനിൽ ഏത് സെൻസ് ആണെങ്കിലും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാത്രമേ ബ്രെയിനിന് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളുടെ ചെവിയിലൂടെ നമ്മൾ സൗണ്ട് കടന്നു പോകുമ്പോൾ അവിടെ ഓഡിറ്ററി നെർവ്സ് ഉണ്ട്. ഓഡിറ്ററി നെർവ്സ് വിൽ കൺവേർട്ട് എന്താ പറയാ, സൗണ്ട് സിഗ്നൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ബ്രെയിനിലോട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റെറ്റിന വിൽ കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻ ടു ലൈറ്റ് സിഗ്നൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഓക്കെ, അതാണ് റെറ്റിനയുടെ ഫംഗ്ഷൻ. ലൈറ്റ് വേവ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. റെറ്റിന ബിഹേവ്സ് ആസ് എ സ്ക്രീൻ ഫോർ ദ ഇമേജ് ടു ബി ഫോംഡ്. ഓക്കെ, ഇനി റെറ്റിനോട് കണക്ട് ചെയ്തിട്ട് ഒപ്റ്റിക്കൽ നെർവ്സ് ഉണ്ട്. ഓക്കെ, നെർവിലൂടെയാണല്ലോ നമ്മൾ സിഗ്നൽസ് ബ്രെയിനിലോട്ട് കടത്തിവിടാൻ പറ്റുന്നത്. അപ്പൊ ലൈറ്റ് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ, അതായത് കണ്ണിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ബ്രെയിനിലോട്ട് എത്തിക്കുന്ന നെർവിന്റെ പേരാണ് ഒപ്റ്റിക് നെർവ്സ് എന്നുള്ളത്. ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫ്രം റെറ്റിന ടു ദ ബ്രെയിൻ. റെറ്റിനയിൽ നിന്ന് ബ്രെയിനിലോട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ
ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നെർവിന്റെ പേരാണ് ഒപ്റ്റിക് നെർവ്സ് എന്നുള്ളത്. ആൻഡ് ബ്രെയിൻ ടേക്സ് ഇൻവേർട്ടഡ് ഇമേജ് ആൻഡ് ഫ്ലിപ്സ് ഇറ്റ്സ് സോ ദാറ്റ് വി ക്യാൻ സി. നമുക്കറിയാം റിയൽ ഇമേജസ് ആർ ഇൻവേർട്ടഡ്. അപ്പോൾ റെറ്റിനയിൽ ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്, പക്ഷെ അതിന് ബ്രെയിൻ നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തലകുത്തനെയുള്ള ഒബ്ജക്ട് ഇമേജ് ഒന്നല്ല കാണുന്നത് അല്ലേ, നമ്മളൊരു സാധനത്തിന് കാണുമ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് ഒപ്റ്റിക് നെർവ്സ് ഈസ് ടു ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫ്രം റെറ്റിന ടു ദ ബ്രെയിൻ. അപ്പൊ നമ്മൾ ഓരോ പാർട്സിന്റെയും ഫംഗ്ഷൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അപ്പൊ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്നിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ഇനി ചില ഫോക്കസിങ് പ്രോബ്ലംസ് ചില ആളുകളുടെ കണ്ണിലുണ്ട്. ഫോക്കസിങ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എവിടെയാ ഇമേജ് ഫോം ചെയ്യേണ്ടത്? ഇമേജ് ഷുഡ് ബി ഫോമിങ് ഓൺ ദ റെറ്റിന. റെറ്റിനയിൽ ഫോം ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്. ചില സമയത്ത് ഈ ഫോക്കസിങ് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾക്ക് റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുന്നതിന് പകരം ബിഹൈൻഡ് ദ റെറ്റിനയിലോ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയിലോ ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ രണ്ട് മേജർ ആയിട്ടുള്ള ഫോക്കസിങ് പ്രോബ്ലംസ് ആണുള്ളത്. ഒന്നിന്റെ പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് കേട്ടോ. ഞാനത് ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. ഓക്കെ, ഹൈപ്പർ മെട്രോപ്പിയ അതാണ് ഒരു ഫോക്കസിങ് പ്രോബ്ലം. അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. കോമൺ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുമ്പോൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് യൂസ് ചെയ്യാറില്ല. ഇൻസ്റ്റഡ് വി യൂസ് ഫാർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്നൊക്കെ പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയ ആണ്. ഓക്കെ, ഹൈപ്പർ മെട്രോപ്പിയ ഫാർ സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ ഇവർക്ക് അകലെയുള്ള വസ്തുക്കൾ കാണാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഫാർദർസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് അല്ലെ, ഇൻഫിനിറ്റി വരെയുള്ള ഒബ്ജക്ട്സ് കാണാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അടുത്തടുത്ത് നമുക്ക് ആക്ച്വലി ഫോർ എ ഹെൽത്തി ഹ്യൂമൻ ബീയിങ് ദേ ഷുഡ് ബി ഏബിൾ ടു സീ ഒബ്ജക്ട്സ് വിച്ച് ആർ പ്ലേസ്ഡ് അറ്റ് 25 സെന്റിമീറ്റർ ഓൾസോ. 25 സെന്റിമീറ്ററിന്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാലും കാണാൻ പറ്റണം. പക്ഷെ ഹൈപ്പർ മെട്രോപ്പിയ ഉള്ള പേഷ്യൻസിന് അടുത്തുള്ള ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അത് ഒന്ന് വേഗമായിട്ടാണ് കാണുക. കാരണം വെൻ ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം നിയർ ബൈ ഒബ്ജെക്ട്സ്, ഇൻസ്റ്റഡ് ഓഫ് image forming on the retina, image will be forming behind the retina. Okay, അപ്പൊ hypermetropia എന്ന് പറയുന്നത് ലോങ് സൈറ്റഡ്നെസ് ആണ്. They have problem in seeing close objects. Farther objects കാണാൻ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നിയർ ബൈ ഒബ്ജക്ട്സ് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നിയർ ബൈ ഒബ്ജക്ട്സിന്റെ ഇമേജ് വിൽ ബി ഫോമിംഗ് ബിഹൈൻഡ് ദ റെറ്റിന ദാൻ ഫോമിംഗ് ഓൺ ദ റെറ്റിന. കറക്റ്റഡ് ബൈ യൂസിങ് കൺവേർജിംഗ് ലെൻസ്. കൺവേർജിംഗ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ കറക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഹൈപ്പർമെട്രോപ്പിയയുടെ റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർമെട്രോപ്പിയ ആണ്. ഓക്കെ, forgive the spelling error. Hypermetropia reason is decrease in the power of the eye lens or increase in the focal length. As you studied, power എന്ന് പറയുന്നത് 1/f ആണ് അല്ലെ. അപ്പൊ ഡിക്രീസ് ഇൻ പവർ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത്, they both represent the same meaning അല്ലെ. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ ലെൻസ്, ഇതാണ് ഒരു പോസിബിൾ റീസൺ. അല്ലെങ്കിൽ ഷോർട്ടനിങ് ഓഫ് ദ ഐബോൾ. ഈ രണ്ട് റീസൺസ് ആണ്. സി, മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ നമുക്ക് ബോർഡ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. either of this will most likely to come for your board exam. ഓക്കെ, ഒന്നുകിൽ മയോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഷുവർ ഷോട്ടിൽ ഉദ്ദേശിക്കാവുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ എന്താണ് ഹൈപ്പർമെട്രോപ്പിയ, വാട്ട് ഈസ് ദ കോസ് ഫോർ ദാറ്റ്, വാട്ട് ഈസ് ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഹൈപ്പർമെട്രോപിക് പീപ്പിൾ, ഹൗ ക്യാൻ യു കറക്റ്റ് ഇറ്റ്. ഓക്കെ, പിന്നെ അതിനൊരു റേ ഡയഗ്രം കൂടെ പഠിക്കാനുണ്ട്. ഡിഫക്റ്റീവ് ഐന്റെയും കറക്ഷന്റെയും കൂടെ ഒരു റേ ഡയഗ്രം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന് നമുക്ക് ചോദിക്കാൻ എന്താ പറയുക ഒരു 95% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അത് എത്രയും നന്നായിട്ട് തന്നെ പഠിക്കാം. ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് they have problem in seeing nearby objects. Image of nearby objects will be forming behind the retina. Reasons are decrease in power or increase in focal length or shortening of the eyeball. Correction ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ഡയഗ്രാം നമ്മൾ പഠിക്കണം. ഇതാണ് നമ്മുടെ ഐബോൾ. അതിനകത്ത് ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഐന്റെ അകത്തുള്ള ലെൻസ് ആണ്. ഓക്കെ, കണ്ണിന്റെ അകത്ത് നമുക്കൊരു ലെൻസ് ഉണ്ട്, അത് കോൺവെക്സ് ലെൻസ് ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, ദേ ഡോണ്ട് ഹാവ് പ്രോബ്ലം ഇൻ സീയിങ് ഫാർ അവേ ഒബ്ജക്ട്സ് അല്ലെ. അപ്പൊ നിയർ ബൈ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ നിയർ പോയിന്റ്, സേ 25 സെന്റിമീറ്റർ. അവിടെ ഒരു ഒബ്ജക്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഫ്രം ദാറ്റ് ഒബ്ജക്ട് പാസിംഗ് ത്രൂ ദ കോൺവെക്സ് ലെൻസ് വിൽ ബി ഫോമിംഗ് ആൻ ഇമേജ് അറ്റ് ദിസ് പ്ലേസ് വിച്ച് ഇസ് ബിഹൈൻഡ് ദ റെറ്റിന. റെറ്റിനയുടെ പുറകിലാണ് ഫോം ചെയ്യുന്നത്. സോ വി വിൽ നോട്ട് ബി ഏബിൾ ടു സീ ഇറ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നോർമൽ ആയിട്ടുള്ള നിയർ പോയിന്റ് ആണെങ്കിൽ എന്താണ്, നിയർ പോയിന്റിൽ ഒബ്ജക്ട് ഉണ്ടെങ്കിൽ ദിസ് ഇസ് അബൌട്ട് എ നോർമൽ നിയർ പോയിന്റ് ആണ്. ഓക്കെ, അവിടെ ഇമേജ് വിൽ ബി ഫോമിംഗ് ഓൺ ദ റെറ്റിന ഇറ്റ്സെൽഫ്. അപ്പൊ നമ്മൾ ഈ നിയർ പോയിന്റിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം, നോർമൽ നിയർ പോയിന്റിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് വി യൂസ് എ കോൺവെക്സ് ലെൻസ് ആസ് ദ കറക്ഷൻ. അപ്പോൾ ഇതാണ് കറക്റ്റീവ്
ഹൈപ്പർമെട്രോപിക് ഐ. ഹൈപ്പർമെട്രോപിക് ഐയുടെ കറക്ഷനും പ്രോബ്ലമാറ്റിക് ഐയുടെയും ഡയഗ്രം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. കോൺവെക്സ് ലെൻസ്, അതായത് കൺവേർജിംഗ് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നത് അടുത്ത ഫോക്കസിങ് പ്രോബ്ലം ആണ് മയോപ്പിയ. മയോപ്പിയ എന്ന് പറയുന്നത് നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയും നമ്മൾ, അല്ലെ. നിയർ സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ ദേ വിൽ ബി ഏബിൾ ടു സീ നിയർ ബൈ ഒബ്ജെക്ട്സ് വെരി ക്ലിയർലി. നിയർ ബൈ ഒബ്ജെക്ട്സിന്റെ ഇമേജ് വിൽ ബി ഫോമിംഗ് ഓൺ ദ റെറ്റിന ഇറ്റ് സെൽഫ്, ബട്ട് they have problem in seeing far away objects. Far away objects in the light will be focused in front of the retina. റെറ്റിനയ്ക്ക് ഉള്ളിൽ ഫോം ചെയ്യുന്നതിന് പകരം റെറ്റിനയുടെ മുൻവശത്തായിട്ടാണ് ഇവയിൽ നിന്നുള്ള ഈ മയോപിക് പേഷ്യൻസിന്റെ കണ്ണിലൂടെ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന ആയിരിക്കും. കറക്ഷൻ യൂസ് ചെയ്യുന്നത് ഡൈവേർജിംഗ് ലെൻസ് ആണ്, അതായത് കോൺകേവ് ലെൻസ് ആണ് മയോപ്പിയ ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. Reason for myopia is excessive curvature of the cornea or elongation of eyeball. ഇത് രണ്ടും പഠിക്കണം. അതുപോലെ how to correct it. See, നമ്മൾ നേരത്തെ ഡയഗ്രം വരച്ചപ്പോൾ നിയർ പോയിന്റിന്റെ ആണ് വരച്ചത്. Rays coming from distant object we normally use parallel rays, അല്ലെ. അപ്പൊ myopic person they have problem with far away objects. Okay, far away objects in the light, when light falls it will be forming an image in front of the retina. റെറ്റിനയുടെ മുൻഭാഗത്തായിട്ടാണ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺകേവ് ലെൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കോൺകേവ് ലെൻസ് ഇസ് എ ഡൈവേർജിംഗ് ലെൻസ്, സോ വിച്ച് വിൽ ഷിഫ്റ്റ് ദ ഫാർ പോയിന്റ് ഓഫ് ദ മയോപിക് പേഴ്സൺ ടു ഇൻഫിനിറ്റി. മയോപിക് പേഴ്സൺസിന് ഇൻഫിനിറ്റിക്ക് പകരം വേറൊരു സ്ഥലത്തായിരിക്കും ഫാർ പോയിന്റ് ഉണ്ടായിരിക്കുക, വിച്ച് വിൽ ബി ക്ലോസർ ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ ബൈ യൂസിങ് എ ഡൈവേർജിംഗ് ലെൻസ് യു വിൽ ബി ഏബിൾ ടു ഷിഫ്റ്റ് ദ ഫാർ പോയിന്റ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി കോമൺ ആയിട്ട് വരുന്ന ഒരു ഫോക്കസിംഗ് പ്രോബ്ലം ആണ് പ്രസ് ബയോപ്പിയ. പ്രസ് ബയോപ്പിയ നോർമലി എന്താ പറയാ, കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളിൽ കാണുന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, വായിക്കണമെങ്കിലൊക്കെ അവരിങ്ങനെ കുറച്ച് നീക്കി പിടിച്ചിട്ടൊക്കെ വായിക്കുന്നത്. അതിന്റെ കാരണം, പ്രസ് ബയോപ്പിയ ഉണ്ടാവാനുള്ള കാരണം ഡിക്രീസ് ഇൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ഐ ലെൻസ് ആണ്. ഞാൻ പറഞ്ഞു, നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞു, അല്ലെ. അതായത് നിയർ ബൈ ഒബ്ജെക്ട്സും ഫാർ അവേ ഒബ്ജെക്ട്സും കാണാൻ പറ്റുന്നത് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ ലെൻസ്. അതിന് ലെൻസിനെ ബൾജ് ചെയ്യിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ തിന്നാക്കി നിർത്തിയിട്ടൊക്കെയാണ് നമ്മൾ നിയർ ബൈ ആൻഡ് ഫാർ അവേ ഒബ്ജെക്ട്സ് ഒക്കെ കാണുന്നത്. പക്ഷെ അങ്ങനെ കുറെ നാള് നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ ഉപയോഗിച്ച് പ്രായമാവും തോറും എന്ത് സംഭവിക്കും, ഫ്ലെക്സിബിലിറ്റി കുറച്ച് കുറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ അതിനെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഗ്രാജുവൽ വീക്കനിങ് ഓഫ് ciliary muscles can also be one of the reason for presbyopia. The person may suffer from both myopia and hypermetropia. മയോപ്പിയയും ഹൈപ്പർമെട്രോപ്പിയ ഒരുപോലെ വന്ന പോലെയാണ്. കറക്ഷൻ യൂസ് ചെയ്യുന്നത് ബൈഫോക്കൽ ലെൻസസ് എന്നാണ് അതിനെ പറയാ, വിത്ത് അപ്രോപ്രിയേറ്റ് പവർ. ബൈഫോക്കൽ ലെൻസസ് എന്ന് വെച്ചാൽ അതിന് കോൺകേവ് ആൻഡ് കോൺവെക്സ് പോർഷൻസ് ഉണ്ടായിരിക്കും. upper position consists of concave lens and lower position consists of കോൺവെക്സ് ലെൻസ്. അപ്പർ പൊസിഷൻ ആണ്, കാരണം നമ്മൾ നേരെ നോക്കുമ്പോൾ നേരേക്ക് നോക്കുന്നതാണ് ദൂരെ കാണാൻ വേണ്ടിട്ട്, അല്ലെ. അടുത്ത് നോക്കുമ്പോൾ കുറച്ച് താഴെ ഭാഗത്താണ് നോക്കുക. അപ്പൊ ദൂരെ കാണാൻ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസും അടുത്തുനിന്നുള്ള കാണാനായിട്ട് കോൺവെക്സ് ലെൻസും അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ബൈഫോക്കൽ ലെൻസസിന്റെ അപ്പർ പോർഷൻ വിൽ ബി കോൺകേവ് ഇൻ നേച്ചർ ആൻഡ് ലോവർ പോർഷൻ വിൽ ബി കോൺവെക്സ് ഇൻ നേച്ചർ. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞിരുന്നു, നമ്മുടെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളതല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് കേസ് ഓഫ് ക്യൂരിയോസിറ്റി. അതായത് നമ്മളുടെ ഐനെയോ ബ്രെയിനെയോ നമുക്ക് ട്രിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ക്യാൻ യുവർ ഐസ് ഓർ ബ്രെയിൻ ബി ട്രിക്ഡ്? ഐസ് കനോട്ട് ബി ട്രിക്ഡ്, ഐ വിൽ സേ. ഓക്കെ, കണ്ണിനെയല്ല നമ്മൾ ആക്ച്വലി ട്രിക്ക് ചെയ്യുന്നത്. നമ്മൾ ട്രിക്ക് ചെയ്യുന്ന ആരെയാണ്? ബ്രെയിനെയാണ്. ഓക്കെ, ബ്രെയിൻ ആണ് ആക്ച്വലി നമ്മൾ കാണുന്ന ഒബ്ജക്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് അതിലൂടെ ലൈറ്റ് കടത്തി വിടുന്നു, എന്താ പറയാ, ഫോക്കസ് ചെയ്യുന്നു, റെറ്റിനയില് ഇമേജിനെ എത്തിക്കുന്നു. അവിടുന്നാണ് ലൈറ്റ് സിഗ്നൽസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബ്രെയിനിലോട്ട് വിടുന്നതും ബ്രെയിൻ ആണ് ഇന്റർപ്രറ്റ് ചെയ്ത് ഓക്കെ യു ആർ സീയിങ് ദിസ് കൈൻഡ് ഓഫ് എൻ ഒബ്ജക്ട് എന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നതും. അപ്പോൾ ആക്ച്വലി ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് വഴി നമ്മൾ നമ്മുടെ കണ്ണിനെയല്ല ട്രിക്ക് ചെയ്യുന്നത്, വി ആർ ട്രിക്കിങ് അവർ ബ്രെയിനാണ് ട്രിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോസിബിൾ ഫോർക്ക് എന്നുള്ളത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ഇമ്പോസിബിൾ ഫോർക്ക് എന്നാണ് അതിനെ പറയാം. ഇതിന് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ മുകൾ ഭാഗത്ത് നമുക്ക് കാണുമ്പോൾ അതൊരു എന്താ പറയാ, ക്യൂബിക്കൽ ആയിട്ടുള്ള ഒരു ഫോർക്ക് പോർഷൻ ആണ്. താഴെ ഭാഗത്താണെങ്കിൽ സിലിണ്ടറിക്കൽ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോലെ തോന്നും നമുക്ക് കാണുമ്പോൾ, അല്ലെ. അതിന്റെ കാരണം ഇതൊരു ശരിക്കും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ഇതിന്റെ നമ്മൾ ടോപ്പ് പോർഷൻ നമ്മൾ കവർ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കത് സിലിണ്ടർ ആയിട്ട് തന്നെ തോന്നും. താഴത്തെ പോർഷൻ കവർ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അത് ശരിക്കും ആ റെക്ടാംഗുലർ ബ്ലോക്ക് ആയിട്ട് തന്നെ തോന്നും. ഇത് ബേസിക്കലി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 6 ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ചിട്ടാണ്. അതിന്റെ മുകളിലും താഴെയും സെപ്പറേറ്റ് ആയിട്ടുള്ള
എൻഡിങ് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്കതൊരു ഒപ്റ്റിക്കൽ, അതായത് തുടങ്ങുമ്പോൾ ഇങ്ങനെയായിരുന്നു, താഴേക്ക് വരുമ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും അല്ലെ. അപ്പൊ അത് ശരിക്കും നമ്മുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന് പറയാം. ഈ ഹെർമൻ ഗ്രിഡ് എന്ന് പറയുന്നത് വേറൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ആക്ച്വലി ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് ആണ്, ബ്ലാക്ക് ബോക്സസ് ആൻഡ് വൈറ്റ് ലൈൻസ് ആണ് ഇതിനകത്തുള്ളത്. പക്ഷെ നമുക്ക് കാണുമ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഗ്രേ സ്പോട്സ് കാണുന്ന പോലെ നമുക്ക് തോന്നും. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എവിടെയൊക്കെയോ ഒരു ഗ്രേ ഡോട്ട്സ് ഉള്ളതൊക്കെ ആയിട്ട് തോന്നും അല്ലെ. ശരിക്കും ഇതിനകത്ത് ഗ്രേ ഡോട്ട്സ് ഇല്ല. ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. തിക്ക് ആയിട്ടുള്ള ഈ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് വരുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ വരുന്ന ഒരു ഇല്യൂഷൻ ആണ് ഈ ഹെർമൻ ഗ്രിഡ് എന്ന് പറയുന്ന ഈ ഫോർമേഷൻ ഓഫ് ഗ്രേ സ്പോട്സ്. നമ്മൾ കണ്ണിന് അധികം ചലിപ്പിക്കാതെ, നമ്മളുടെ കണ്ണിന് എപ്പോഴും നമ്മളൊരു വസ്തുവിലോട്ട് നോക്കുമ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി ചലിപ്പിക്കുന്നതല്ല, ചെറിയ മോഷൻസ് ഉണ്ടായിരിക്കും, ചെറിയ മോഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമ്മൾ ഈ പിക്ചറിൽ നമ്മളൊന്ന് സ്റ്റെയർ ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ there won't be any ഗ്രേ സ്പോട്സ്. നമ്മൾ കൃത്യമായിട്ട് കണ്ണിന് ചലനം കൊടുക്കാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേ സ്പോട്സ് ഒന്നുമില്ല. നമ്മൾ കണ്ണിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇല്യൂഷനാണ് ഈ ഗ്രേ സ്പോട്സ്. അതുപോലെ അടുത്തൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് കെനിസ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആക്ച്വലി ട്രയാങ്കിൾസ് ഒന്നും ഇല്ല. എന്താ പറയാ, ഇവിടെ ഒരു സ്പിയറിന്റെ കുറച്ചൊരു പോർഷൻ മിസ്സിംഗ് ആയിട്ടുള്ളത് പോലെയാണ്. ഓക്കെ, ഇവിടെയും അങ്ങനെ സ്പിയറിന്റെ കുറച്ച് പോർഷൻ മിസ്സിംഗ് ആണ്. ഇവിടെയുള്ളത് സ്ട്രേറ്റ് ലൈൻസ്, അതിന്റെ ഒരു പോർഷൻ മിസ്സിംഗ് ആണ്. അപ്പൊ ആർ ബ്രെയിൻ വിൽ ട്രൈ ടു കണക്ട് ദോസ് ലൈൻസ്. ഓക്കെ, ആ മിസ്സിംഗ് പോർഷനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു പരിശ്രമം നടത്തും. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് അതിനകത്ത് ട്രയാങ്കിൾസ് ഉള്ളത് പോലെ നമുക്കൊരു ഇല്യൂഷൻ തോന്നുന്നത്. ഓക്കെ, അതുപോലെ ഈ മോഷൻ ഇല്യൂഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹെർമൻ ഗ്രിഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ കണ്ണിന് ചെറിയ ചലനങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ കണ്ണ് ഒരു സ്ഥലത്തോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ചലനങ്ങൾ നമ്മുടെ കണ്ണിന്റെ ഐ ബോളിനൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇല്ലാണ്ട് നമ്മൾ സൂക്ഷിച്ച് ഈ പിക്ചറിലോട്ട് സ്റ്റെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ സീ ദ സ്റ്റിൽ പിക്ചർ. ഓക്കെ, നമ്മുടെ കണ്ണിന് യാതൊരു മൂവ്മെന്റും കൊടുക്കാണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇല്യൂഷൻ അവിടെ അവസാനിക്കും. ഓക്കെ, ഈ ഇല്യൂഷൻ ഉണ്ടാവുന്നതും ഇതുപോലെ ബ്രൈറ്റ് കോൺട്രാസ്റ്റ് കളേഴ്സ് ഉണ്ട്. അത് ഒരേ സമയം നമ്മുടെ കണ്ണിലോട്ട് വരുന്നു. നമ്മുടെ കണ്ണിന്റെ ചെറിയ ചലനങ്ങളാണ് ഈ പിക്ചറിലുള്ള ചലനങ്ങളായിട്ട് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ കണ്ടിട്ടുള്ളതായിരിക്കും ഒരു റീഡിംഗ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മള് ഈ ഒരു സെന്റൻസ് നമ്മൾ ആദ്യം വായിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ വി മൈറ്റ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്, ബട്ട് ആസ് യു സ്റ്റാർട്ട് റീഡിങ് ഇതിനകത്ത് എല്ലാം മിസ് സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷെ we all will be able to read it without any problem. See, according to research at Cambridge University, it doesn't matter. You also might be reading along with me in what order the letters in a words are. The only important thing is that the first and the last letter be at the right place. The rest can be a total mess, and you can still read it without a problem. This is because the human mind does not read every letter by itself, but the word as a whole. അപ്പൊ ഈ പാരഗ്രാഫിൽ തന്നെ അതിന്റെ കാരണം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സ്പെല്ലിംഗ് നോക്കിയിട്ടൊന്നുമല്ല, നമ്മളിങ്ങനെ ലെറ്റർ ബൈ ലെറ്റർ അല്ല നമ്മൾ ഹ്യൂമൻസ് റീഡ് ചെയ്യുന്നത്, നമ്മൾ വേർഡ് ആയിട്ടാണ് വായിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ ലെറ്ററും അവസാനത്തെ ലെറ്റർ ഇടയ്ക്ക് എന്നുള്ള ഒരു ഇത് കിട്ടുമ്പോൾ ഒരു എന്താ പറയാ, നമുക്കത് കിട്ടുന്ന ഒരു ഗ്രാഫിക്കൽ റീഡിംഗ് ആണ് നമ്മൾ, അതായത് ഒരു പിക്ചറാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ബേസിക്കലി. അപ്പോൾ ഒരു വാക്ക് കാണുമ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു എന്നാണ് നമുക്ക് അത് വായിക്കാൻ തോന്നുന്നത്. അതുപോലെ മറ്റേ വാക്ക് കാണുമ്പോൾ റിസർച്ച് എന്നാണ് വായിക്കാൻ തോന്നുന്നത് അല്ലെ. അപ്പൊ അത് നമ്മളുടെ ബ്രെയിൻ വേർഡ് ബൈ വേർഡ് ആയിട്ടാണ് വായിക്കുന്നത്, ലൈക്ക് ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടല്ല വായിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ ഗ്രിഡിൽ എഴുതിയിട്ടുള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോ. എന്നിട്ട് വായിച്ചിട്ട് എന്താ പറയാ, കൃത്യമായിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾ എത്ര പേര് എങ്ങനെയാണ് വായിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഒറ്റയടിക്ക് വായിക്കുമ്പോൾ പല ആളുകളിലും ഓക്കെ വരാനുള്ള ഒരു ടെൻഡൻസി എന്താണ്, ബേർഡ് ഇൻ ദ ബുഷ് എന്ന് വായിക്കാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, നമ്മളൊന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ദ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. പക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ദയുടെ റിപ്പീറ്റേഷൻ നമ്മുടെ മനസ്സിൽ വരില്ല. കാരണം ഇതെല്ലാം നമ്മളുടെ ബ്രെയിൻ ഒരു പ്രോഗ്രാംഡ് ആയിട്ടാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഹ്യൂമൻ ഐയുടെ ഫങ്ഷനിങ്ങും അതുപോലെ കോമൺ ആയിട്ടുള്ള ഫോക്കസിങ് പ്രോബ്ലംസ് ആൻഡ് ദെയർ കറക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോർ ബോർഡ് എക്സാംസ്. അപ്പൊ എല്ലാവർക്കും ആ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ഓൾ ഓഫ് യു.